നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. ഞാൻ ഇന്ന് പ്രണയപ്പക എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലാണ് നാടിനെ നടുക്കിയ ആ സത്യം പുറത്തു വന്നത്. പിടിയിലായ ബിന്ദു എന്ന ബിരുദധാരി ഗീതയുടെ ഭർത്താവ് മുരളിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്രൂരത ചെയ്തത് എന്നാണ് പറഞ്ഞത്. യൂട്യൂബിൽ പരതി കിട്ടിയ കൊലപാതക രീതിയാണ് ബിന്ദു ഇവിടെ അനുകരിക്കാൻ ശ്രമിച്ചത്. സിറിഞ്ചിൽ മരുന്നിനു പകരം വായു നിറച്ച് സിരകളിലേക്ക് കടത്തിവിട്ട് മരണം സംഭവിക്കുന്ന എയർ എംബോളിസം എന്ന തന്ത്രമാണ് അവൾ പ്രയോഗിച്ചത്. ഇതിനായി നേഴ്സിൻ്റെ കോട്ടും സിറിഞ്ചും അവൾ നേരത്തെ വാങ്ങി കരുതിയിരുന്നു. ഗീതയുടെ പ്രസവവും ആശുപത്രിയും അവിടെ ആരൊക്കെ ഉണ്ടെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് നേഴ്സായി റൂമിൽ കയറി. ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നതുപോലെ അടുത്ത് ചെന്ന് കുത്തിവെപ്പ് നടത്തി. വീണ്ടും കുത്തിവെക്കാൻ ഇറങ്ങിയപ്പോൾ ആണ് പ്രശ്നമായത്. സിരകളിൽ വായു പ്രവേശിച്ചതിനെ തുടർന്ന് ഗീതയ്ക്ക് ചെറിയൊരു ഹൃദയാഘാതമുണ്ടായെങ്കിലും വിദഗ്ധ ചികിത്സയിലൂടെ അവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നു. പ്രണയവും പകയും മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം. തീർത്തും അവിശ്വസനീയം എങ്കിലും ഗീതയുടെയും അമ്മയുടെയും മനക്കരുത്തും ജാഗ്രതയുമാണ് അന്ന് ഈ കൊലപാതക ശ്രമത്തെ പരാജയപ്പെടുത്തിയത്. ആശുപത്രിയിലെ 10-ാം നമ്പർ മുറിയിൽ ഗീതയെ കാത്തിരുന്നത് സ്വന്തം ജീവൻ അപഹരിക്കാൻ വേഷം മാറിയെത്തിയ ഒരു നേഴ്സായിരുന്നു. പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ഇരുന്നതായിരുന്നു. എന്നാൽ കുഞ്ഞിന് ചെറിയൊരു നിറമാറ്റം കണ്ടതിനാൽ ഡോക്ടർമാർ ലൈറ്റ് തെറാപ്പിക്ക് നിർദ്ദേശിച്ചു. കുഞ്ഞ് തെറാപ്പി യൂണിറ്റിൽ ആയതുകൊണ്ട് മുറിയിൽ അമ്മയും ഗീതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിൽ 8 മണിയോടെ നേഴ്സിൻ്റെ വേഷമണിഞ്ഞ് ഒരു യുവതി മുറിയിലേക്ക് കടന്നു വന്നു. ഒരു ഇഞ്ചക്ഷൻ കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അവർ ഗീതയുടെ കയ്യിൽ സിറിഞ്ച് കുത്തിയിറക്കി. എന്നാൽ ആ കുത്തിൽ സാധാരണയല്ലാത്തൊരു വേദന ഗീതയ്ക്ക് അനുഭവപ്പെട്ടു. ഒന്നല്ല 2 തവണ ആ നേഴ്സ് ഗീതയുടെ കയ്യിൽ സിറിഞ്ച് ആഴ്ത്തി. 3-ാം തവണയും അവർ സിറിഞ്ച് എടുത്തപ്പോൾ വേദന കൊണ്ട് പുളഞ്ഞ ഗീത ഇനി എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പരിഭ്രമിച്ച നേഴ്സ് വേഗത്തിൽ മുറിക്ക് പുറത്തേക്ക് കടന്നു. എന്നാൽ അവർ മുറിയിൽ നിന്ന് ഇറങ്ങി നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിലേക്കല്ല, മറിച്ച് ലിഫ്റ്റിനടുത്തേക്കാണ് പോയത് എന്ന് അമ്മ കണ്ടു. ഗീതയുടെ അമ്മ ഉടൻ തന്നെ ഡ്യൂട്ടി റൂമിൽ ഓടിപ്പോയി യഥാർത്ഥ നേഴ്സുമാരെ വിവരം അറിയിച്ചു. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഒരു ഇഞ്ചക്ഷന് ഗീതയ്ക്ക് കൊടുക്കാൻ നേഴ്സിനെ ആരെയും നിയോഗിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഉടനെ ഹെഡ് നേഴ്സ് എമർജൻസി വിളിച്ച് വിവരം അറിയിച്ചു. ഓരോ നിലയിലെയും ലിഫ്റ്റ് ഇറങ്ങുന്നിടത്ത് സെക്യൂരിറ്റികൾ തയ്യാറായി നിന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ഓടിയെത്തി ലിഫ്റ്റിന് സമീപം വെച്ച് ആ സ്ത്രീയെ തടഞ്ഞു വെച്ചു. അപ്പോഴേക്കും അവർ ഓവർകോട്ട് ഒക്കെ മാറ്റിയിരുന്നു. പോലീസിൻ്റെ കഠിനമായ ചോദ്യം ചെയ്യലിൽ ബിന്ദു എല്ലാം തുറന്നു പറഞ്ഞു. ബിന്ദുവും ഗീതയുടെ ഭർത്താവ് മുരളിയും സ്കൂളിലും കോളേജിലും ഒന്നിച്ചു പഠിച്ചവരായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അവർ പ്രണയബദ്ധരായിരുന്നു. നാട്ടിലും കൂട്ടുകാർക്കുമിടയിലുമൊക്കെ അവരുടെ പ്രണയം പാട്ടായിരുന്നു. അവർ സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞിരുന്നു. ഒടുവിൽ ബിന്ദു ഗർഭിണിയായി. ആരും അറിയാതെ മുരളി അത് അലസിപ്പിച്ചു. അതിനെ തുടർന്ന് ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ ബിന്ദു അനുഭവിച്ചു. വീട്ടിൽ പലവിധ കള്ളങ്ങൾ പറഞ്ഞ ബിന്ദു സത്യം മറച്ചുവെച്ചു. മുരളിക്ക് സ്വന്തം കാലിൽ നിൽക്കാറായിട്ട് ബിന്ദുവിനെ വിവാഹം കഴിക്കാൻ എന്ന് ഉറപ്പും കൊടുത്തിരുന്നു. എന്നാൽ അയാൾ ജോലി അന്വേഷിച്ച് ഗൾഫിൽ പോയി. അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ സ്കൂളിൽ ജോലിയുള്ള ഗീതയുമായി വിവാഹം ഉറപ്പിച്ചു. വിവാഹം ഗീതയുടെ നാടായ കൽപ്പറ്റയിൽ വെച്ച് നടത്തി. അവർ തിരിച്ച് ഗൾഫിൽ പോയിട്ടാണ് ബിന്ദു ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. മുരളിയെ പല രീതിയിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അയാൾ മുങ്ങി നടന്നു. അന്നു മുതൽ ബിന്ദു പ്രതികാരദാഹിയായി നടക്കുകയായിരുന്നു. വർഷങ്ങളുടെ നിരന്തരമായ അന്വേഷണത്തിന് ഒടുവിലാണ് ബിന്ദു കൽപ്പറ്റയിലെ സെൻറ്റ് ജോർജ് ആശുപത്രിയിൽ എത്തിച്ചേർന്നത്. പോലീസ് ബിന്ദുവിൻ്റെ കഥ കേട്ട് ഞെട്ടിത്തരിച്ചെങ്കിലും കൊലപാതക ശ്രമത്തിന് ബിന്ദുവിനെതിരെ കേസെടുത്തു. അതോടൊപ്പം മുരളിക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുപ്പിക്കാൻ ബിന്ദുവിൻ്റെ വക്കീലും നിർബന്ധിച്ചു. ആകെ പ്രശ്നമായതോടെ ഗീതയുടെ വീട്ടുകാർ ഡൈവോഴ്സ് ചെയ്യാൻ മുതിർന്നു. മുരളി നാണക്കേടും കുറ്റബോധവും കൊണ്ട് വലഞ്ഞു. മുരളി തന്നെ വഞ്ചിച്ചതിൻ്റെ വാശിയിൽ ചെയ്തു പോയതാണെന്നും മാപ്പ് തരണമെന്നും ജയിലിൽ നിന്ന് ബിന്ദു ഒരെഴുത്ത് ഗീതയ്ക്കെഴുതി. ഗീത കുഞ്ഞിനു വേണ്ടിയെങ്കിലും മുരളിയെ ഡിവോഴ്സ് ചെയ്യരുതെന്നും ബിന്ദു തൊഴുകൈയോട് അഭ്യർത്ഥിച്ചു. ചെയ്ത കുറ്റത്തിന് താൻ ശിക്ഷ അനുഭവിച്ചോളാം എന്നും കൂട്ടിച്ചേർത്തു. ബിന്ദുവിൻ്റെ നല്ല മനസ്സ് കണ്ട് ഗീതയുടെ മനസ്സ് മാറി. ഗീത
മുരളിയെയും കൂട്ടി ജയിലിലെത്തി. ബിന്ദുവിനെ കണ്ടതും മുരളി വാവിട്ട് കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. ഗീത ഉൾപ്പെടെ അവിടെ നിന്നവരെല്ലാം ആ രംഗം കണ്ട് വികാരാധീനരായി. ഗീത സ്നേഹത്തോടെ ബിന്ദുവിനോട് ചോദിച്ചു, ബിന്ദു, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലാതിരുന്നിട്ടും എന്തിനാണ് എന്നെ ഉപദ്രവിച്ചത്? ഞാൻ മുരളിയെ അപായപ്പെടുത്തിയാൽ ഒരു തെറ്റും ചെയ്യാത്ത ഗീത ആജീവനാന്തം വൈധവ്യം അനുഭവിക്കേണ്ടി വരുമല്ലോ. അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ എനിക്ക് മനസ്സിലാക്കാം. എന്നാൽ വിഭാര്യനായ മുരളി ഒറ്റയ്ക്ക് കുട്ടിയെ വളർത്തുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ നേരിട്ടറിയാൻ വേണ്ടിയാണ് ഞാൻ ഗീതയെ ഉപദ്രവിച്ചത്. എന്നോട് ക്ഷമിക്കണം ഗീതേ. കരഞ്ഞുകൊണ്ട് ബിന്ദു മാപ്പ് ചോദിച്ചു. വക്കീലുമായി സംസാരിച്ച് തങ്ങളുടെ കേസ് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തതിൻ്റെ കോപ്പി കാണിച്ചുകൊണ്ട് ഗീത ബിന്ദുവിനെ ചേർത്തു പിടിച്ചു. അപ്പോൾ ബിന്ദു ഗീതയുടെ മാറിൽ തലതയച്ചുകൊണ്ട് വിതുമ്പി. ഈ വികാരനിർഭരമായ രംഗം കണ്ട് മുരളി കുറ്റബോധത്താൽ തല താഴ്ത്തി. കഥ ഇഷ്ടപ്പെട്ടുവോ? ഇനി അടുത്തൊരു കഥയും ആയി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.